നമസ്കാരം. സഭാ വാർത്തകളും വിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മാർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിന്റെ ഒരു വർഷം നീണ്ടുനിന്ന ദ്വിതീയ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രാർത്ഥനാ നിർഭരമായ സമാപനം. തിരുവല്ല സെന്റ് തോമസ് മാർത്തോമ പള്ളിയിൽ നടന്ന സമാപന സമ്മേളനം ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. സാക്ഷ്യമുള്ള വിവേകമുള്ള തലമുറയാണ് ഇന്നിന്റെ ആവശ്യമെന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. ദൈവവചനത്തിൽ വേരൂന്നി വളരാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ജീവിച്ചു കാട്ടുന്ന ആത്മീയതയിലൂടെ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കാൻ കഴിയൂ എന്നും മെത്രാപ്പോലിത്ത ഉദ്ബോധിപ്പിച്ചു. കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ട ഇടങ്ങൾ നമ്മുടെ ഔദാര്യം കൊണ്ട് ലഭിക്കേണ്ടതില്ല, അത് അവരുടെ അവകാശമാണ്. പള്ളിക്കുള്ളിൽ ഒരു കൊച്ചു കുഞ്ഞ് ഓടിക്കളിക്കുമ്പോൾ നാം അസ്വസ്ഥരാകേണ്ട, അത് അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പ്രമുഖ സാഹിത്യകാരൻ ബെന്യാമീൻ മുഖ്യപ്രഭാഷണം നടത്തി. പൂപാത്രത്തിലിരിക്കുന്ന ഒരു പൂ പോലെയാണ് കേരളീയ സമൂഹം എന്ന് നിർവചിക്കുവാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. പുറമേക്ക് കാണുമ്പോൾ വളരെ മനോഹരമായ പൂക്കൾ ഉണ്ട് എങ്കിൽ പോലും അതിന് അടിത്തട്ടിൽ വേരുകളില്ല എന്നും അത് പതിയെ പതിയെ ജീർണിച്ചുകൊണ്ടിരിക്കുകയും ചീഞ്ഞുകൊണ്ടിരിക്കുകയുമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുവെങ്കിൽ കഴിഞ്ഞ 120 വർഷം കൊണ്ട് നാം പടുത്തുയർത്തിക്കൊണ്ടുവന്ന വിശ്വാസത്തിൻ്റെ വലിയ ധാരകൾ പതിയെ പതിയെ നഷ്ടപ്പെട്ടു പോകും എന്ന് നാം തിരിച്ച് അറിയേണ്ടതുണ്ട്. സമാജം പ്രസിഡന്റ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഓരോ കുഞ്ഞിനെയും യേശുവിലേക്ക് കൊണ്ടുവരിക എന്ന മഹത്തായ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ചരിത്ര വഴികളിൽ കഴിഞ്ഞ 120 വർഷങ്ങൾ സൺഡേ സ്കൂൾ സമാജം അനുഗ്രഹീതമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സമാജം ജനറൽ സെക്രട്ടറി റവറൻ സജേഷ് മാത്യൂസ്, മുൻ ജനറൽ സെക്രട്ടറി റവറൻ ഡോക്ടർ ഐപ് ജോസഫ്, സമാജം വൈസ് പ്രസിഡന്റ് ടി ജി ജോൺസൺ, ട്രഷറർ മാത്യൂസൻ പി തോമസ്, റവറൻ മാത്യു വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കൊല്ലം പുനലൂർ ഭദ്രാസനത്തിലെ 120 അധ്യാപകർ ചേർന്ന് ദ്വിതീയ വജ്ര ജൂബിലി ഗാനം ആലപിച്ചു. മാർത്തോമ സഭയുടെ നേതൃത്വത്തിൽ സവിശേഷ സിദ്ധിയുള്ള കുട്ടികൾക്കായി നടത്തുന്ന തെള്ളിയൂർ MCRDയുടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലായി പ്രബോധന റീഹാബിലിറ്റേഷൻ സെന്ററിന് അനുഗ്രഹീത ആരംഭം. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ആയുഷ്കാലം സംരക്ഷിക്കുന്ന പ്രബോധന റീഹാബിലിറ്റേഷൻ ആൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷയും ഉദ്ഘാടനവും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത നിർവഹിച്ചു. ദൈവം സൃഷ്ടിച്ച എല്ലാറ്റിനെയും ചേർത്ത് നിർത്തുന്ന ലോകവീക്ഷണം ആവശ്യമാണെന്ന് മെത്രാപ്പോലിത്ത പറഞ്ഞു. ഏതൊരാൾക്കും ലോകത്തിൽ ഒരു ഇടമുണ്ട്, വേണ്ടാത്തതായി ഒന്നും ഉണ്ടാകാൻ പാടില്ലെന്നും മെത്രാപ്പോലിത്ത ഉദ്ബോധിപ്പിച്ചു. പലപ്പോഴും നമുക്ക് സിമ്പതി ഉണ്ടാകാറുണ്ട്, ആവശ്യമായിരിക്കുന്നത് എമ്പതിയാണ്. ടു എൻ്റർ ഇൻ ടു ദ ഷൂ ഓഫ് ദി അതർ പേഴ്സൺ, അതാണ് എമ്പതി എന്ന് പറയുന്നത്. പ്രബോധന സെന്റർ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, MCRD പ്രസിഡന്റ് ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഈ സ്ഥാപനത്തിൽ വരുമ്പോൾ മനസ്സ് കുളിർക്ക് സന്തോഷിക്കുകയാണ്, ദൈവത്തിന് നന്ദി പറയും. എല്ലാ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഈ കുന്ന് മാറ്റിത്തരും. മനോഹരമായൊരു ചാപ്പൽ, ഇവിടെ കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും ഇല്ലാത്ത രീതിയിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഇന്ന് കുദാശിക്കുവാൻ ദൈവം തുണച്ചു. അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ആന്റോ ആന്റണി MP, പ്രമോദ് നാരായണൻ MLA, സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ, വെരി റവറൻ KM മാമൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണാമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം GGP ഏബ്രഹാം, ജപ്പാനിലെ ഷിയോ ഗെയ്ക്കാൻ സ്കൂൾ നടത്തുന്ന ഇക്രു ഫുക്കായ്, റവറൻ വിനോദ് ഈശോ, ഡോക്ടർ KK ജോൺസൺ, അഡ്വക്കേറ്റ് അബ്രഹാം മാത്യു പനച്ചമുട്ടിൽ, റവറൻ മത്തായി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. 100 പുരുഷന്മാരെ സംരക്ഷിച്ച് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലൂടെ സ്വയം പര്യാപ്തരാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് സെന്റർ വിഭാവനം ചെയ്തിട്ടുള്ളത്. അലക്സാണ്ടർ തോമസും കുടുംബവും, ദോഹ ഇമ്മാനുവൽ മാർത്തോമ സൺഡേ സ്കൂളും നിരവധി അഭ്യുദയകാംക്ഷികളും നിർലോഭമായി സഹായിച്ചു.
5 കോടി രൂപ മുതൽ മുടക്കിയാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം യാഥാർത്ഥ്യമായത്. ഇതോട് ചേർന്ന് നിർമ്മിച്ച ആംഫി തിയേറ്റർ ഉദ്ഘാടനവും നടന്നു. റിയാലിറ്റി ഷോകളിലൂടെ കലാരംഗത്തേക്ക് കടന്നുവന്ന നിധിൻ എസ് ശങ്കർ കലാപ്രകടനത്തിന് നേതൃത്വം നൽകി. അടുത്തു നിൽക്കുന്നവരെ മനസ്സിലാക്കുന്നതാണ് ജീവിതത്തിന്റെ ശ്രേഷ്ഠതയെന്ന് ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. മാർത്തോമ സഭ മുംബൈ ഭദ്രാസന നേതൃത്വത്തിൽ മുംബൈ ടാറ്റ ആശുപത്രിയുടെ സഹായത്തോടുകൂടി നിർമ്മിക്കുന്ന ഹോസ്പീസ് സെന്ററിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. അടുത്തുള്ള വ്യക്തിയെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നതെന്നും ആവശ്യകതയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് നമ്മളുടെ ജീവിതം ഉപകാരപ്പെടണമെന്നും മെത്രാപ്പൊലീത്ത കൂട്ടിച്ചേർത്തു. ഭദ്രാസന അധ്യക്ഷൻ PD ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ടാറ്റ മെമ്മോറിയൽ സെന്റർ ആക്ട്രക് ഡയറക്ടർ ഡോക്ടർ പങ്കജ് ചതുർവേദി, ഭദ്രാസന സെക്രട്ടറി വെരി റവറൻ തോമസ് കെ ജേക്കബ്, ഭദ്രാസന ട്രസ്റ്റി VP സൈമൺ, സഭാ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, പട്ടക്കാർ, വിശ്വാസ സമൂഹം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഭദ്രാസനത്തിന്റെ രണ്ടാമത്തെ സ്വപ്ന പദ്ധതിയായ ലോണവാല ക്യാംഷെറ്റിലുള്ള മാർത്തോമ ക്യാമ്പ് സെന്ററിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മവും മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. 50-ൽ പരം മുറികളും മറ്റ് സജ്ജീകരണങ്ങളും അടങ്ങുന്ന കെട്ടിടം മുംബൈ, പൂനെ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ നിന്നും വരുന്നവർക്ക് ക്യാമ്പുകൾ നടത്തുവാൻ സാധ്യമാകുന്ന രീതിയിലാണ് നിർമ്മിക്കുന്നത്. നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വെണ്ണിക്കുളം കോതകുളത്ത് പ്രവർത്തിക്കുന്ന മാർത്തോമ പരിസ്ഥിതി ബോധന നിർവഹണ കേന്ദ്രത്തിന്റെ മിഷൻ വീട് സമർപ്പണ ശുശ്രൂഷ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യൂസ് എ മാത്യു, ട്രഷറർ അനീഷ് കുന്നപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ട പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത. പത്തനംതിട്ട ജില്ലാ ICAR കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 2 ദിവസങ്ങളായി സംഘടിപ്പിച്ച കർഷക കാട്ടുപന്നി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങളുടെ നയരൂപീകരണ ശില്പശാല സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു സഫ്രഗൻ മെത്രാപ്പൊലീത്ത. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സഖറിയ ഉദ്ഘാടനം ചെയ്തു. റാന്നി DFO N രാജേഷ്, കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ, കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ആൻഡ് സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ CP റോബർട്ട്, കാർഷിക സർവകലാശാല ഡീൻ ഡോക്ടർ മണി ചെല്ലപ്പൻ, ആത്മ പ്രോജക്ട് ഡയറക്ടർ ഗിരിജ C, നബാർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ VS കിരൺ, നബാർഡ് ജില്ലാ മാനേജർ വിഷ്ണു S ദാസ്, KVK സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സിന്ധു സദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. സമാപന സമ്മേളനത്തിൽ ചക്കയെ ആസ്പദമാക്കി വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള 10 ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ടുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദീനാമ റോയ് പ്രകാശനം ചെയ്തു. ഭൂമിക്ക് തണൽ ഒരുക്കേണ്ടത് പൊതു ഉത്തരവാദിത്വമാണെന്ന് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത. മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന വികസന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഫലവൃക്ഷ തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സംഘം വൈസ് പ്രസിഡന്റ് റവറൻ രാജീവ് ഡാനിയൽ അധ്യക്ഷനായിരുന്നു. സഭയുടെ ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചമുട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, വികസന സംഘം ഭദ്രാസന സെക്രട്ടറി ബെന്നി പുത്തൻപറമ്പിൽ, ട്രഷറർ മനോജ് ഡേവിഡ് കോശി, റവറൻ എബ്രഹാം വർഗീസ്, തോമസ് എബ്രഹാം, സാം മുള്ളംകാട്ടിൽ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ബാബുരാജ് TJ, ദിലീപ് ഫിലിപ്പ് ഉദിമൂട്, സനുജ മീഫ, AN സോമൻ എന്നിവർ പ്രസംഗിച്ചു. കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ശാസ്ത്ര സാങ്കേതിക ഉപദേശക സമിതി യോഗം തെള്ളിയൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചു. കേന്ദ്രം ചെയർമാനും കാട് പ്രസിഡന്റുമായ ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥ വെല്ലുവിളികളെ അതിജീവിക്കാൻ നവീന കൃഷിരീതികൾ അനിവാര്യമാണെന്നും ജില്ലയിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ മാറ്റത്തിന്റെ വെല്ലുവിളികളിൽ നിന്ന് സംരക്ഷിക്കാൻ നവീനവും ശാസ്ത്രീയവുമായ കൃഷിരീതികൾ നടപ്പാക്കണമെന്നും സഫ്രഗൻ മെത്രാപ്പൊലീത്ത അഭിപ്രായപ്പെട്ടു. വിള ഉൽപാദനവും സംരക്ഷണവും
മൃഗസംരക്ഷണവും വനിതാ യുവജന ശാക്തീകരണ പരിപാടികളും കാർഷിക സംരംഭകത്വ വികസനവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവൽ അധ്യക്ഷത വഹിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് മേധാവിയുമായ ഡോക്ടർ CP റോബർട്ട് പ്രവർത്തന പരിപാടികൾ അവതരിപ്പിച്ചു. കേരള കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഷീബ റബേക്ക ഐസക്, ഡോക്ടർ M സുരേന്ദ്രൻ, ആത്മ പ്രോജക്ട് ഡയറക്ടർ ഗിരിജ C, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. കൃഷി വിജ്ഞാന കേന്ദ്രം പുറത്തിറക്കിയ വിവിധ പ്രസിദ്ധീകരണങ്ങളുടെ പ്രകാശനവും നിർവഹിച്ചു. കൂടുതൽ സഭാ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ്മ വിഷനിലൂടെ. ശാലോം.